ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേസ് ഡയറി വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഹൈക്കോടതി. ഹർജിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തലവൻ സത്യവാങ്മൂലവും സമർപ്പിക്കണം. പ്രത്യേക അന്വേഷണ സംഘത്തെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കി കേസ് വിശദവാദം കേൾക്കാൻ തീരുമാനിച്ചതോടെ തുടർന്നുള്ള നടപടികൾ നിർണായകമാണ്. എന്നാൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം CPIM തള്ളുകയാണ്. ഇരയ്ക്കൊപ്പമെന്ന് ആണയിട്ട് സർക്കാരും പാർട്ടിയും, മരിച്ചിട്ടും നവീനെ വിടാതെ പ്രതിയും സംഘവും, സംശയനിഴലിൽ പോലീസും കളക്ടറും. നവീൻ ബാബുവിൻ്റെ മരണം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം തുടരുന്നതിനിടയിലാണ് ADM നവീൻ ബാബുവിൻ്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രതിയും സംഘവും കേസ് അട്ടിമറിക്കാൻ നടത്തുന്ന നീക്കങ്ങൾ, കളക്ടറുടെ സംശയകരമായ ഇടപെടലുകൾ, അന്വേഷണ സംഘത്തിൻ്റെ വീഴ്ചകൾ എന്നിവ അക്കമിട്ട് നിരത്തിയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ കോടതിയിലെത്തിയത്. കേസ് പരിഗണിച്ച കോടതി കാര്യങ്ങൾ വിശദമായി തന്നെ കേൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേസ് ഡയറി ഹാജരാക്കാനും വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനും പോലീസിന് നിർദ്ദേശം നൽകി. എന്നാൽ നിലവിൽ നടക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾക്ക് കോടതി തടയിട്ടിട്ടുമില്ല. ഇരയ്ക്കൊപ്പമെന്ന് പറഞ്ഞ സർക്കാരും അതോടൊപ്പം തന്നെ പാർട്ടിയും ഈ നിയമയുദ്ധത്തിൽ ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് ചോദ്യം. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിനെതിരെയാണ് ആരോപണങ്ങളിൽ ഏറെയും. കഴിച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത വല്ലാത്ത അവസ്ഥ. ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പമാണ് പൊതുവായിട്ട് നിൽക്കുന്നത്. ഞങ്ങൾ കൃത്യമായ നിലപാടാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയും അന്വേഷണം കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകും. ആ മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കോടതിയിൽ പോയിട്ടുണ്ട്. കോടതി ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. ഇത് ഞങ്ങൾക്ക് വേറെ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. കോടതിൻ്റെ അകത്ത് ഞങ്ങൾ ഇടപെട്ടു നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇതിനിടെ പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രിക്കൽ വിഭാഗം ജീവനക്കാരനായിരുന്ന TV പ്രശാന്തനെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരോഗ്യവകുപ്പിനോട് തേടുകയുണ്ടായി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നേരിട്ട് നടത്തിയ അന്വേഷണത്തിൻ്റെ ശുപാർശ, അന്വേഷണ റിപ്പോർട്ട്, പെട്രോൾ പമ്പ് തുടങ്ങാൻ TV പ്രശാന്തന് അനുമതി നൽകിയിട്ടുണ്ടോ തുടങ്ങിയവയായിരുന്നു ചോദ്യങ്ങൾ. പക്ഷേ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണവും കോടതി നടപടികളും നടക്കുന്നതിനാൽ റിപ്പോർട്ട് തരാൻ ആകില്ലെന്നായിരുന്നു മറുപടി. ആത്മഹത്യാ പ്രേരണയെന്ന കണ്ടെത്തലിലും അനുബന്ധ തെളിവുകളിലുമാണ് SIT കേന്ദ്രീകരിക്കുന്നത്. PP ദിവ്യ ഒഴികെ മറ്റാരെയും ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല. SIT രൂപീകരണത്തിന് ശേഷം പുതിയ കണ്ടെത്തലുകൾ ഇല്ലെന്നതും ശ്രദ്ധേയമാണ്. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് തെളിയിക്കുന്നതാണ് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും മറ്റ് വകുപ്പുകളുടെയും ഒക്കെ നീക്കങ്ങൾ. ഇനി സത്യം തെളിയണമെങ്കിൽ നീതിന്യായ സംവിധാനം തന്നെ കനിയണം. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്നാണ് കുടുംബം ഉന്നയിക്കുന്ന പ്രധാന പരാതി. കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും കുടുംബം ആശങ്കപ്പെടുന്നുണ്ട്. നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലേ? സർക്കാരിനും പാർട്ടിക്കും ഒളിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? കാണാം പ്രതികരണങ്ങൾ. എൻ്റെ അഭിപ്രായം, ഇവിടെ നമ്മളിപ്പോൾ ആ കുടുംബത്തോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ആ കുടുംബം, അവർക്ക് നീതി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് അവരുടെ ഭാഗത്ത് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നേരായ രീതിയിൽ നടക്കണം. എങ്ങനെയായാലും ആ കുടുംബത്തിന് നീതി ലഭിക്കണം. അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. കാരണം ആ മനുഷ്യൻ അതുപോലത്തെ ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏതന്വേഷണം വന്നാലും ആ കുടുംബത്തിന് നീതി കിട്ടണം. ഹൈക്കോടതി ഹർജി ഫയൽ ചെയ്തു എന്ന് പറഞ്ഞു CBI അന്വേഷിക്കണമെന്ന്. ആദ്യം മുതലേ ഞങ്ങൾക്കുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്കും നാട്ടുകാരി എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ആ ഇതിൽ ഞങ്ങൾക്ക് ആ സത്യം മറ നീക്കി പുറത്തു വരണമെന്ന് തന്നെയാണ് അഭിപ്രായം. കുടുംബം ആരോപിക്കുന്ന കുറ്റം ഇതുപോലെ തന്നെ അത് CBI അന്വേഷിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. കുടുംബത്തിന് നീതി കിട്ടണം. എൻ്റെ അഭിപ്രായം CBI അന്വേഷിക്കുന്നത് തന്നെ അത് നിലവിലെ സംശയപരമായ നിലപാടുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് CBI അന്വേഷിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.
2 പെൺമക്കളുള്ള അദ്ദേഹം യാതൊരു കാരണവശാലും ആത്മഹത്യയോ മറ്റു കാരണം ചെയ്യാൻ യാതൊരു സാധ്യതയില്ലെന്നാണ് ഞങ്ങൾ നാട്ടുകാർ വിശ്വസിക്കുന്നത്. അപ്പോൾ കൃത്യമായ ഒരു CBI അന്വേഷണത്തിൽ കൂടി മാത്രമേ അദ്ദേഹത്തിൻ്റെ മരണം വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ നാട്ടുകാർ. ഇനി പതിവ് സെഗ്മെന്റിലേക്കാണ്. തട്ടിപ്പ് വാർത്തകൾ നാട്ടിൽ അനുദിനം വർദ്ധിക്കുകയാണ്. അത്തരം വാർത്തകൾ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണ് ടീം 24. നോക്കാം ശുദ്ധ തട്ടിപ്പ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റി സർക്കാർ ജീവനക്കാർ. കോളേജ് സ്കൂൾ അധ്യാപകരും ഗസറ്റഡ് ഓഫീസർമാരും ഉൾപ്പെടെ 1458 ജീവനക്കാർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റി എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. തുക പലിശ സഹിതം തിരിച്ചുപിടിക്കുമെന്നും അച്ചടക്ക നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഒരു മാസത്തെ ക്ഷേമ പെൻഷനായ 1600 രൂപ മുടങ്ങിയാൽ മരുന്ന് വാങ്ങാൻ കഴിയാത്ത സാധാരണക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ 1600 രൂപ. എന്നാൽ ഈ 1600 രൂപയിൽ കൈയിട്ട് വരുന്ന സർക്കാർ ജീവനക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. 1458 പേരാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിന് തടയിടാനായിരുന്നു വിശദമായ പരിശോധനയ്ക്ക് ഇൻഫർമേഷൻ കേരള മിഷനെ ചുമതലപ്പെടുത്തിയത്. പ്രാഥമിക റിപ്പോർട്ട് തന്നെ ഞെട്ടിക്കുന്നത്, സർക്കാർ ജീവനക്കാരായി തുടരുന്ന 1458 പേർ ശമ്പളത്തിനോടൊപ്പം 1600 രൂപ ക്ഷേമ പെൻഷനും കൈപ്പറ്റുന്നു. ഇതിൽ 2 കോളേജ് അധ്യാപകരും 3 ഹയർ സെക്കൻഡറി അധ്യാപകരും ഉൾപ്പെടും. അനധികൃതമായി കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരികെ പിടിക്കും. ഇവർക്കെതിരെ വകുപ്പുതല നടപടിക്കും ശുപാർശ ചെയ്യുമെന്ന് ധനവകുപ്പ്. പ്രാഥമികമായ ഒരു അന്വേഷണത്തിനകത്ത് 1400ഓളം വരുന്ന സർക്കാർ ശമ്പളം വാങ്ങുന്ന വിവിധ ജീവനക്കാർ സാമൂഹ്യക്ഷേമ പെൻഷൻ മേടിക്കുന്നതായിട്ട് കണ്ടെത്തിയ ഒരു ഫയൽ വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് വളരെ കൃത്യമായി അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം വകുപ്പുകൾക്ക് നൽകിയിട്ടുണ്ട്. ക്ഷേമ പെൻഷനിൽ കൈയിട്ട് വരുന്നതിൽ കൂടുതൽ പേരും ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്, 373 പേർ. മറ്റു വകുപ്പുകളും പിന്നിലല്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 224 പേർ, ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് 124 പേർ, ആയുർവേദ വകുപ്പ് 114 പേർ, മൃഗസംരക്ഷണ വകുപ്പ് 74 പേർ, പൊതുമരാമത്ത് വകുപ്പ് 47 പേർ. ഇങ്ങനെ നീളുന്നു പട്ടിക. 10 പോലീസ് ഉദ്യോഗസ്ഥരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. തുക തിരികെ പിടിക്കുന്നതിൽ പലിശ നിരക്ക് എത്രയെന്ന് പിന്നീട് തീരുമാനിക്കും. വകുപ്പുതല നടപടിക്ക് പുറമെ നിയമ നടപടി വേണമോ എന്നതും സർക്കാർ തീരുമാനിക്കും. തട്ടിപ്പ് രീതി ഓരോ കേസിലും വ്യത്യസ്തമാണെന്നാണ് വിലയിരുത്തൽ. തട്ടിപ്പിന് മറ്റ് സർക്കാർ ജീവനക്കാർ കൂട്ടുനിന്നോ എന്നതും പരിശോധിക്കേണ്ടതുണ്ട്. നിരവധി സർക്കാർ നടപടിക്രമങ്ങൾ പാലിച്ചാൽ മാത്രമേ ഒരു സാധാരണ വ്യക്തിക്ക് ക്ഷേമ പെൻഷനിൽ ചേരാൻ കഴിയൂ. കൂടാതെ എല്ലാ വർഷവും നിർബന്ധമായും വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടുത്തി മസ്റ്ററിംഗ് നടത്തണം. ഇവയെല്ലാം കടന്നാണ് 1458 സർക്കാർ ജീവനക്കാർ അനധികൃതമായി പട്ടികയിൽ തുടർന്നത്. ഈ പട്ടിക ഇവിടെ ഒതുങ്ങില്ല. പരിശോധന തുടരാനാണ് ധനവകുപ്പിന്റെ തീരുമാനം. അത് പെൻഷനായവർക്കിടയിലും എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കിടയിലും താൽക്കാലിക ജീവനക്കാർക്കിടയിലുമെല്ലാം ഈ പരിശോധന തുടരും. കർശന നടപടികളും ഉണ്ടാകും. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. നിർധനരായ നിരവധി പേർക്ക് അവകാശപ്പെട്ട പെൻഷൻ തുകയാണ് ഒരു കൂട്ടം ജീവനക്കാർ അനധികൃതമായി തട്ടിയെടുത്തത്. അർഹരായ നിരവധി മനുഷ്യർക്ക് അവകാശപ്പെട്ട തുക തട്ടിയെടുത്തവർക്കെതിരെ കർശന നടപടി വേണം എന്നാണ് ഉയരുന്ന ആവശ്യം. കാണാം ചില പ്രതികരണങ്ങൾ. സർക്കാർ ജീവനക്കാർക്ക് പെൻഷനുണ്ട്, അല്ലാതെ ഇനി വേറെ ക്ഷേമ പെൻഷൻ മേടിക്കുന്നത് തെറ്റാ. അത് അവർക്ക് എന്തിനാ കൊടുക്കുന്നു? പാവങ്ങൾക്ക് കൊടുക്കണം. കൊടുക്കണതും തെറ്റാണ്, വാങ്ങണതും തെറ്റാണ്. അറിഞ്ഞുകൊണ്ടല്ലേ കൊടുക്കണത്. അപ്പോൾ പിന്നെ അത് അതിനെക്കാട്ടി തെറ്റാണ്, വാങ്ങണ കാര്യം തെറ്റാണ്. ഈ സർക്കാർ സാറും അവർ പെൻഷൻ വാങ്ങിക്കും. ഇത് പാവങ്ങൾ എത്ര ലക്ഷം എത്ര എല്ലാം കൊണ്ട് പെൻഷൻ കൊടുക്കണം. അതിപ്പം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നതൊക്കെ തെറ്റ് തന്നെയാണ്. അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു പിടിക്കേണ്ടത് തന്നെയാണ്. അവർക്ക് അതിനുള്ള അർഹത ഇല്ല, അങ്ങനെ കൊടുക്കേണ്ട അവർക്ക് അർഹതയല്ലോ. ഗോവയിൽ അപകടത്തിൽപ്പെട്ട മുനമ്പത്തെ 11 മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തി. 13 പേരുമായി മത്സ്യബന്ധനത്തിന് ഗോവൻ തീരത്തേക്ക് പോയ ബോട്ടാണ് നാവികസേനയുടെ അന്തർവാഹിനി ബോട്ടുമായി കൂട്ടിമുട്ടി അപകടമുണ്ടായത്. കാണാതായ 2 പേരെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സംഭവത്തിൽ നാവികസേന അധികൃതർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു. ഞങ്ങൾക്ക് ഇനി വിൽക്കാനോ ചൂടാനോ ഒന്നുമില്ല. പിന്നെ ഇനി ഇവരുടെ കാര്യം, ഇനി ഇവരുടെ കുടുംബത്തിൽ ഞങ്ങൾ എങ്ങനെ ഒന്ന് ചെല്ലും? ഞങ്ങൾക്ക് അവരെ സംരക്ഷിക്കണം. ഞങ്ങളുടെ മുതലും പോയി. ഞങ്ങൾക്ക് ഇനി ഒരു നിവൃത്തിയില്ലാത്ത കണ്ടീഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. मच्छी पकड़ने के टाइम में एक जहाज आके हमको धक्का दिया. धक्का देने के टाइम में पलटी हो गया. आदमी सब पानी में किधर किधर गया मालूम नहीं.
മുനമ്പത്തെ ഈ തീരത്ത് നിന്നും ഗോവൻ തീരത്തേക്ക് മത്സ്യബന്ധനത്തിനായി പോയ മത്സ്യത്തൊഴിലാളികളാണ് ഗോവൻ തീരത്ത് വെച്ച നാവികസേനയുടെ അന്തർവാഹിനി ബോട്ടിന്റെ ജാഗ്രതക്കുറവ് മൂലം വലിയ ദുരവസ്ഥ അനുഭവിക്കേണ്ടി വന്നത്. നടുക്കടലിൽ അവർ എവിടെയാണെന്ന് അലഞ്ഞുതിരിഞ്ഞു നടന്നു. 13 പേരെ രക്ഷപ്പെടുത്താൻ നാവികസേനയ്ക്ക് കഴിഞ്ഞെങ്കിലും 2 പേരെവിടെയെന്നുള്ള ചോദ്യമാണ് ഇനി ബാക്കിയുള്ളത്. ഈ മാസം 15-ാം തീയതി മുനമ്പത്ത് നിന്ന് ഗോവൻ തീരത്തേക്ക് മത്സ്യബന്ധനത്തിന് തൊഴിലാളികൾ സഞ്ചരിച്ച ബോട്ടാണ് നാവികസേന അന്തർവാഹിനി ബോട്ടുമായി കൂട്ടിമുട്ടിയത്. അന്തർവാഹിനി അപ്രതീക്ഷിതമായി ഉയർന്നു പൊങ്ങിയതാണ് അപകടത്തിന് കാരണമെന്ന് രക്ഷപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ. രാത്രി 7:30 മണിക്കാണ് ഞങ്ങൾ പണി ചെയ്തുകൊണ്ടിരുന്നത്. പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ മുട്ടി വന്ന് ഇടിച്ച് അങ്ങനെ തന്നെ പോട്ട് പൊക്കി പോട്ടി പൽറ്റി അടിച്ചപ്പോഴാണ് എല്ലാ ആളും വെള്ളത്തിൽ വീഴുന്നപ്പോൾ ആരാരും എവിടെ പോയാണ് ആർക്കും അറിയത്തില്ല. ഞങ്ങൾ 5 ആൾ അങ്ങനെ ഞങ്ങളുടെ പോട്ട് അവിടെ മുട്ടിയിരുന്നപ്പോൾ അവർ കയറിട്ട് വലിച്ച് 5 ആളെടുത്ത് ബാക്കിയുള്ള ആൾ 6 ആൾ പുറയിൽ ഒരു പോട്ടുണ്ടായിരുന്നു. അവരെ പിടിച്ച് അവർ ക്യാനിൽ പിടിച്ചിട്ട് അവിടെ പോയി എത്തി. ഞങ്ങൾ 11 ആൾ കിട്ടി, 2 ആൾ മിസ്സായി. 21-ാം തീയതി രാത്രി 7:30യോടെയാണ് അപകടം. ബോട്ടിലിരുന്ന് ചൂണ്ടയിടുകയായിരുന്ന തൊഴിലാളികൾ തിമിംഗലം വന്നതാണെന്നാണ് ആദ്യം കരുതിയത്. കാണാതായ 13 പേരിൽ 11 പേരെ നാവികസേന രക്ഷപ്പെടുത്തി. കൂടെ ഉണ്ടായിരുന്ന ജനീഷിനെയും രമേശിനെയും കാത്തിരിക്കുകയാണ് ഇവർ. हाँ, मेरा भाई मिसिंग है. फिशिंग मातरम बोर्ड से फिशिंग करने के लिए गया था. गोवा में सबमरीन एक्सीडेंट में 13 में 11 रेस्क्यू है, दोनों मिसिंग में. इसमें एक मेरा भाई है. सो प्लीज़ मेरा भाई को रेस्क्यू कीजिए, हमें हैंडओवर कीजिए. मैं ये केरला गवर्नमेंट से और गोवा गवर्नमेंट से, इंडियन गवर्नमेंट से रिक्वेस्ट कर रहा हूँ, मेरा भाई हमें दीजिए. അപകട വിവരം നാവികസേന കൃത്യമായി അറിയിച്ചില്ലെന്നും അധികൃതർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും ബോട്ടുടമ ആൽബി. നാവികസേന നമ്മളിത് അറിയിച്ചില്ല. നമ്മൾ വിളിച്ച് ചോദിക്കും, ബോട്ട് നിങ്ങളുടെയാണ്, പണിക്കാരത്രയുണ്ട്, അപകടത്തിൽ പെട്ടെന്ന് പറഞ്ഞില്ല. അവർ ഒരു ദിവസം വരെ പറഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ 23 മണിക്കൂറാണ്, 22 മണിക്കൂറും മറച്ചു വെച്ചവർ. 1,65 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അനുബന്ധ സാമഗ്രികളും വലയും ഉൾപ്പെടെ 3 കോടി രൂപയുടെ നഷ്ടമാണ് സംഭവത്തിന് പിന്നാലെ തൊഴിലാളികൾക്കുണ്ടായിരിക്കുന്നത്. ഏറെ പ്രതിസന്ധികൾ ദിനം തോറും അനുഭവിക്കുന്ന ജനവിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ. ഇവരുടെ പ്രശ്നത്തിന് ഒരു അറുതിയില്ലാത്തത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി പല ഭാഗത്തുനിന്നും ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നം സുരക്ഷിതത്വമാണ്. സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനും മറ്റ് എല്ലാ വിഭാഗങ്ങൾക്കുമുണ്ട്. സമയോചിതമായ ഇടപെടലുണ്ടാകണം, സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നുള്ള ആവശ്യമാണ് ഇവർ ഉയർത്തുന്നത്. മുനമ്പത്ത് നിന്നും VS രാഹുലിനൊപ്പം YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇനി ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തെരുവ് നായ ആക്രമണം, 15 പേർക്ക് കടിയേറ്റു. പ്ലാറ്റ്ഫോമിലും ടിക്കറ്റ് കൗണ്ടറിന് പരിസരത്തും നിൽക്കുകയായിരുന്നവർക്കാണ് കടിയേറ്റിരിക്കുന്നത്. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സജോ, വിവരങ്ങൾ എന്താണ്? 15 പേർക്ക് ഒരുമിച്ച് കടിയേൽക്കുന്ന സാഹചര്യം എന്താണ് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നവർ പറയുന്നത്? സജോ. റിജിത്ത്, അല്പസമയം മുൻപ് വരെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ തെരുവുനായയുടെ കടിയേറ്റ് ചികിത്സ തേടിയവരുടെ എണ്ണമാണ് 15. ഇന്ന് വൈകിട്ട് ഒരു 4 മണി മുതൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ വിവിധ പ്രദേശങ്ങളിലായി, അതായത് പ്ലാറ്റ്ഫോം, റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടം, ഒപ്പം മേൽപ്പാലം, പ്ലാറ്റ്ഫോം, അങ്ങനെ ടിക്കറ്റ് കൗണ്ടർ, ഇങ്ങനെ വിവിധ ഇടങ്ങളിലായി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന ആളുകൾക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. അങ്ങനെ കാലിലും കൈക്കുമൊക്കെ ഗുരുതരമായി പരിക്കേറ്റ പലരുമുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അടുത്ത പ്ലാറ്റ്ഫോമിലേക്കൊക്കെ സ്റ്റെപ്പ് കയറിപ്പോയവർക്കും ഈ ഓടിയെത്തിയ തെരുവുനായയുടെ കടിയേറ്റു. പിന്നീട് അത് നേരത്തെ തന്നെ അവിടെയുള്ള റെയിൽവേ പോലീസും അവിടെയുള്ള ആളുകളുമൊക്കെ പറയുന്നത് ഏതാണ്ട് ഒരു 60ഓളം തെരുവുനായകളുടെ സാന്നിധ്യം ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ചുറ്റുവട്ടത്തായി പലതവണയായി കണ്ടെത്തിയിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉള്ളത് നേരത്തെ കോർപ്പറേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് റെയിൽവേ പോലീസ് അവകാശപ്പെടുന്നു. പക്ഷേ ഏതായാലും അവിടെ എത്തിയ യാത്രക്കാരും അങ്ങനെയുള്ള ആളുകളുമൊക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ ആളുകളാണ് ഇതിന് ഇരകളായത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകളുമൊക്കെ ചേർന്ന്, റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ടായിരുന്ന വിവിധ ആളുകളൊക്കെ ചേർന്ന് ഒരു നായയെ തല്ലിക്കൊന്നിട്ടുണ്ട്. അതേസമയം മറ്റൊരു നായ കൂടിയും സമാനമായ രീതിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് കടിയേറ്റവരൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു നായയെ ഏതായാലും അവിടെയുള്ള ആളുകളൊക്കെ ചേർന്ന് തല്ലിക്കൊന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇത്രയധികം ആളുകൾക്കാണ് ഈ സംഭവത്തിൽ ഇങ്ങനെ ആക്രമണത്തിന് ഇരകളാവുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. വിവിധ സമയങ്ങളിലാണ്, ഏതൊരു ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് ഒരു 3 മണി 4 മണിയോടുകൂടി വിവിധ സമയങ്ങളിലായാണ് ഇത്രയധികം ആളുകൾക്ക്, അതായത് ആ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തന്നെ ഈ നായകൾ തുടരുന്നു, വരുന്ന ആളുകളെയൊക്കെ കടിക്കുന്നു. അത് ആ നായയെ സംബന്ധിച്ച് അതിൻ്റെ അങ്ങനെ ഒരു ഭ്രാന്തൻ സ്വഭാവം പ്രകടിപ്പിച്ചിരുന്നു
എന്നതാണ് ആളുകളൊക്കെ പറയുന്നത്. ഏതായാലും അത് സംബന്ധിച്ച് കൂടുതൽ അവിടെ കുറെ കൂടി അവിടെയുള്ള നായകളെ പിടിച്ച് മറ്റെങ്ങോട്ടെങ്കിലും മാറ്റാനൊക്കെയുള്ള അടിയന്തര ഇടപെടൽ വേണമെന്ന് അവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാരും അവിടെയുള്ള പോർട്ടർമാരും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ പക്ഷേ ഒരു നടപടി ഏതായാലും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. കോർപ്പറേഷൻ അതിൽ ഇടപെടും എന്ന് പ്രത്യാശിക്കാം. പക്ഷേ അപ്പോഴും കുറേയധികം ആളുകൾക്ക് ഈ രൂപത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ ചികിത്സ തേടിയിട്ടുണ്ട് മിക്കവാറും ആളുകൾക്ക്. പക്ഷേ ഇക്കാര്യത്തിൽ നായക്ക് ഏതെങ്കിലും പേ വിഷബാധയുണ്ടോ എന്നതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത്രയധികം ആളുകൾ ദുരിതത്തിലായി. ഇനിയും ധാരാളം യാത്രക്കാർ ആശ്രയിക്കുന്നതാണല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ശരി, സജോ ദേവസ്യ വിവരങ്ങൾ നൽകുകയായിരുന്നു. വലിയ തിരക്കുള്ള ഇടമാണ്, ഒരുപാട് പേർ വന്നുപോകുന്ന ഇടമാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. അവിടെയാണ് ഇപ്പോൾ 15 പേർക്ക് തെരുവുനായുടെ കടിയേറ്റിരിക്കുന്നത്. 15 പേർ എന്നുള്ളത് നിലവിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ ആളുകളുടെ എണ്ണമാണ്. സജോ ദേവസ്യ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. KSRTCയിലെ പെൻഷൻ പരിഷ്കരണവും റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളും വൈകിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി പെൻഷൻകാർ. KSRTCയിലെ 43,000-ഓളം പെൻഷൻകാർ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അറുതി വരുത്തണം എന്നാണ് ആവശ്യമുന്നയിച്ച് 1500 പേർ ഒപ്പുവെച്ച ഭീമ ഹർജി രാഷ്ട്രപതിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും സമർപ്പിച്ചിട്ടുണ്ട്. KSRTC പെൻഷൻകാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. കാലോചിതമായി പെൻഷൻ പരിഷ്കരിക്കണം എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. കോടതി നിർദ്ദേശപ്രകാരമുള്ള പെൻഷൻ വിതരണം എല്ലാ മാസവും കൃത്യസമയത്ത് നൽകുക, ആനുകൂല്യം നൽകാനായി ഹൈക്കോടതി നിർദ്ദേശിച്ച 10% കോർപ്പസ് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചത് പുനഃസ്ഥാപിക്കുക, ആനുകൂല്യങ്ങൾ വൈകിയ കാലയളവിന് ആനുപാതികമായി പലിശ സഹിതമുള്ള നഷ്ടപരിഹാരങ്ങൾ നൽകുക, പ്രൊവിഡന്റ് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചത് തിരിച്ചു നൽകുക, അർഹമായ PF പലിശ സഹിതം നൽകുക തുടങ്ങി 8 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് KSRTC മുൻ ജീവനക്കാരുടെ പ്രതിഷേധം. പെൻഷൻ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഒരു കൺസോർഷ്യം രൂപീകരിച്ചത്. കൺസോർഷ്യം രൂപീകരിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ ഒരു സുഗമമായിട്ട് പെൻഷൻ തടസ്സമില്ലാതെ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അതും ഈ കാര്യത്തിൽ ലംഘിക്കപ്പെടുകയാണ്. അതിന് കാരണം എന്താ വെച്ചാൽ സർക്കാർ അവർ പൈസ കൊടുക്കുന്ന സമയത്ത് അവർ കിട്ടേണ്ടേ പലിശ സഹിതമുള്ള. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു വിവാദമായപ്പോൾ 300 കോടിയോളം രൂപ അവർ പലിശ ഇനത്തിൽ കോർപ്പറേറ്റിന് കൊടുത്തപ്പോൾ മാത്രമാണ് അവർ പെൻഷൻ കൊടുക്കാൻ തയ്യാറായത്. അപ്പോൾ ഈ പ്രതിസന്ധി കൊണ്ട് എല്ലാ മാസവും കോടതി കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. 2011 KSRTC പെൻഷൻ അവസാനമായി പരിഷ്കരിച്ചത്. 2022 ജനുവരി മുതൽ ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിൽ വന്നെങ്കിലും പെൻഷൻ പരിഷ്കരണം ഇതുവരെ നടപ്പിലാക്കാൻ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. അതിനാൽ തന്നെ വിവിധ വകുപ്പുകളിൽ നിന്ന് വിരമിച്ചവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോഴും തുച്ഛമായ പെൻഷനും ആനുകൂല്യങ്ങളും മാത്രമാണ് തങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് KSRTC പെൻഷൻകാർ പറയുന്നു. കോടതി വിധി കാറ്റിൽ പറത്തിക്കൊണ്ട് 2022 സെപ്റ്റംബർ മുതൽ 2023 ഡിസംബർ മാസം വരെ ഒരു പൈസ പോലും ഈ കോർപ്പസ് ഫണ്ടിലേക്ക് മാറ്റി വെക്കപ്പെട്ടിട്ടില്ല. അത് ഈ പ്രീവിയസ് മന്തിലെ കോർപ്പസ് ഫണ്ടിലേക്ക് മാറ്റിവെച്ച തുകയുടെ കണക്ക് നോക്കുമ്പോൾ ഏകദേശം 7 കോടി രൂപയാണ് ഒരു മാസം മാറ്റിയിരിക്കുന്നത്. 16 മാസത്തെ 7 കോടി രൂപ മാറ്റി വെച്ചിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ KSRTCയിൽ നിന്ന് വിരമിച്ച ജീവനക്കാർക്ക് ആകെ കൊടുക്കാനുള്ള ആവറേജ് തുക കണക്ക് പ്രകാരം വന്നത് 108 കോടി രൂപയാണ് ഇപ്പോൾ പെൻഡിങ്ങിൽ മൊത്തം 2024 മെയ് വരെ പിരിഞ്ഞെടുക്കുള്ളത്. ഈ പിരിഞ്ഞ പൈസ കൊടുക്കാൻ അന്ന് ഈ കോർപ്പസ് ഫണ്ടിലേക്ക് 10% മാറ്റി വെച്ചിരുന്നുവെങ്കിൽ ഒരു ക്രൈസിസും ഇല്ലാതെ ഈ പൈസ കൊടുത്തു തീർക്കാമായിരുന്നു. മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും പലതവണ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടാകുന്നില്ല. കോടതി ഉത്തരവ് പ്രകാരം രൂപീകരിച്ച കോർപ്പസ് ഫണ്ട് ഏകപക്ഷീയമായി നിർത്തലാക്കിയതും കോടതി നിർദ്ദേശം മറികടന്ന് PF ട്രസ്റ്റിൽ നിന്ന് തുക വകമാറ്റി ചെലവഴിച്ചതുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും പെൻഷൻകാർ കുറ്റപ്പെടുത്തുന്നു. അർഹമായ ആനുകൂല്യങ്ങൾക്ക് കോടതി കയറിയിറങ്ങേണ്ട ഗതികേടിലാണ് KSRTCയിൽ നിന്ന് വിരമിച്ചവർ. ഇവരിൽ പലരും രോഗികളാണ് എന്നതുകൂടി പരിഗണിച്ച് ആവശ്യം അംഗീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. KSRTCയിലെ ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിൽ വന്നെങ്കിലും പെൻഷൻ പരിഷ്കരണം ഇതുവരെ പ്രാബല്യത്തിൽ വന്നില്ല. തുച്ഛമായ പെൻഷനും ആനുകൂല്യങ്ങളും മാത്രമാണ് ഇപ്പോഴും ലഭിക്കുന്നത് എന്നാണ് ഇവരുടെ പരാതി. മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയെങ്കിലും നടപടിയെടുത്തില്ല എന്നാണ് ഉയർന്നുവരുന്ന ഒരു ആക്ഷേപം. കാണാം ചില പ്രതികരണങ്ങൾ. പ്രകൃതി ദുരന്തങ്ങൾ മറ്റുള്ള പ്രശ്നങ്ങൾ ഗവൺമെൻറ് കോമൺ ആയിട്ട് വരുമ്പം അതിന് സാലറിയിൽ നിന്ന് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിലേക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുക എന്നുള്ള എല്ലാ കാര്യങ്ങളും KSRTC അഥവാ ആ കാര്യങ്ങൾ വരുമ്പം KSRTC സർക്കാർ സ്ഥാപനമാണ്. തൊഴിലാളികൾ കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കാര്യം വരുമ്പം ഞങ്ങൾ പൊതുമേഖലയാണ്. 2011 ശേഷം KSRTCയുടെ പെൻഷൻ ഇതുവരെ പരിഷ്കരിച്ചിട്ടില്ല. 2011 പെൻഷനാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാർക്കും വളരെ തുച്ഛമായ പെൻഷനാണ് കിട്ടുന്നത്. മിനിമം പെൻഷൻ എന്നുള്ള ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ആ നയം പോലും KSRTCയുടെ പെൻഷൻകാരോട് പാലിക്കുന്ന ഇല്ല.
വർഷം മുതൽ പിന്നെ മുഴുവൻ ആളുകൾക്കും PF ലഭിച്ചിട്ടില്ല. അതുതന്നെ 2024 തീരെ കിട്ടിയിട്ടില്ല. ഈ പണം ചോരുന്ന കുറേ വഴികളുണ്ട്. ഇത് ഇവർ പരിഹരിക്കാത്തോടത്തോളം കാലം ഇതൊരിക്കലും പരിഹരിച്ച് ഇതാക്കി കിട്ടില്ല. അതുപോലെ വർഷാവർഷം 1000 ബസ് ഇറക്കിയിട്ട് പരിഹാരം കണ്ടിട്ട് ഇതാക്കണം എന്നുണ്ട്. ഇതിവിടെ ഇറക്കുന്നില്ല. ഇപ്പോൾ 5-8 വർഷമായിട്ടോ അല്ലെങ്കിൽ 10 വർഷമായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ വരുമാനം കുറയുകയാണല്ലോ. പ്രധാനപ്പെട്ട ഒരു കായിക വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ 3ാം റൗണ്ടിൽ ഡി ഗുഗേഷിന് ജയം. ഡിങ് ലിറിനെ തോൽപ്പിച്ചു. ഇതോടെ ഇരു താരങ്ങൾക്കും 1.5 പോയിന്റ് വീതമായിട്ടുണ്ട്. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അനിൽ, വിവരങ്ങൾ എന്താണ്? മത്സരം എങ്ങനെയായിരുന്നു അനിൽ? ശ്രീജിത്ത്, ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ മത്സരത്തിലേക്ക് ഇന്ത്യയുടെ ഡി ഗുഗേഷ് ശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ ഗുഗേഷ് തോറ്റിരുന്നു. നിലവിലെ ലോക ചാമ്പ്യനായ ഡിങ് ലിറനെതിരെ. ഡിങ് ലിറൻ ക്ലാസിക്കൽ ഗെയിം ഫോർമാറ്റിൽ 304 ദിവസങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ജയം നേടിയെടുത്തത്. അതോടുകൂടി ആ താരം വീണ്ടും പഴയ ഫോമിലേക്ക് തിരിച്ചെത്തി ഈ ടൂർണമെന്റ് അടക്കി ഭരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ഇന്ത്യയുടെ ഡി ഗുഗേഷ് വിട്ടുകൊടുത്തില്ല. 2ാം മത്സരത്തിൽ സമനില പിടിച്ചു. പക്ഷേ 3ാം മത്സരത്തിൽ ഡി ഗുഗേഷ് തന്റെ ഫോം എന്താണെന്നും ഈ ചെറുപ്രായത്തിൽ തന്നെ താൻ ലോക ചെസ്സിൽ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നും ഇന്ന് കാണിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ന് ഇടംവലം നോക്കാതെ ഡിങ് ലിറിനെ പൂട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. ഒടുവിൽ ടൈം കൃത്യമായ സമയം പാലിക്കാത്ത ആ ഒരു അങ്ങനെ ഇതിലാണ് ഡിങ് ലിറിന് കീഴടങ്ങേണ്ടി വന്നത്. അവസാനം 2 മിനിറ്റിനകം 9 മൂവുകളെങ്കിലും നടത്തേണ്ട ഒരു അവസ്ഥയായിരുന്നു ഡിങ് ലിറിന് ഉണ്ടായിരുന്നത്. അതിന് സാധിക്കാത്ത പക്ഷം അങ്ങനെ തോൽവി കഴിഞ്ഞായിരുന്നു. ഇതോടുകൂടി 3 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഇരു താരങ്ങൾക്കും 1.5 പോയിന്റ് വീതം ലഭിച്ചിരുന്നു. അതായത് ജയത്തിന് 1 പോയിന്റും സമനിലയിലെങ്കിൽ 1/2 പോയിന്റും എന്നുള്ളതാണ് ഈ ഫോർമാറ്റിലെ പ്രത്യേകത. അങ്ങനെ ഇരു താരങ്ങളും ഓരോ ജയവും 1 വീതം സമനിലയുമോടെ 1.5 പോയിന്റ് വീതമായി. ആകെ 14 റൗണ്ട് മത്സരങ്ങളാണ് ഈ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഉണ്ടാവുക. ഇതിൽ ആദ്യം 7.5 പോയിന്റ് നേടുന്ന ആളാണ് ജേതാവുക. ഒരുപക്ഷെ ഇരു താരങ്ങളും 7-7 എന്ന നിലയിൽ പോയിന്റ് വരികയാണെങ്കിൽ മത്സരം ടൈ ബ്രേക്കറിലേക്ക് പോകും. അവിടെ റാപ്പിഡ് അല്ലെങ്കിൽ ബ്ലിറ്റ്സ് ഫോർമാറ്റിലായിരിക്കും മത്സരം നടക്കുക. എന്തായാലും ഇപ്പോഴത്തെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ 3ാം റൗണ്ടിൽ ഡി ഗുഗേഷ് ജയം സ്വന്തമാക്കുന്നു. ഡിങ് ലിറിനെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ഇതോടെ ഇരു താരങ്ങൾക്കും 1.5 പോയിന്റ് വീതമായിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഈ റിപ്പോർട്ടോടുകൂടി പൊതുജനം കഴുതിയ LSR എന്ന പരിപാടിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി വാർത്താമഴയുടെ സമയമാണ്. വാർത്താമഴയുമായി പ്രേക്ഷകർക്കൊപ്പം S. വിജയകുമാർ എത്തും. നമസ്കാരം. You are watching 24 from News Headquarters, Kochi.